ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റിൽ സദ്യയിലെ പ്രധാന ഐറ്റമായ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ നമുക്ക് ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം. ഞാനിപ്പം 150 ഗ്രാം ഇഞ്ചി ഇതുപോലെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചോപ്പർ യൂസ് ചെയ്താൽ ഞാൻ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞേക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഗോൾഡൻ കളറും കഴിഞ്ഞിട്ട് ഇച്ചിരി കൂടെ ഒന്ന് ബ്രൗൺ ആകണം. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത്. മീഡിയം ഫ്ലെയിമിലൊക്കെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് കളറ് കുറച്ചൊന്ന് മാറി തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. സമയത്തൊക്കെ ലോ ഫ്ലെയിമിലായിരിക്കണം. ഇനി ശകലം കൂടെ ഒന്നായാൽ മതി. ഇതിപ്പോൾ ഒരു നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഈ ഒരു കളറാക്കി എടുത്താൽ മതി. ചെറിയൊരു ബ്രൗൺ കളർ ഒന്ന് കോരിമാറ്റാം. ഇനി ഈ ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഞാനിപ്പം മീഡിയം സൈസിലെ 8 ചുമന്നുള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞിട്ടുണ്ട്. അതുപോലെ 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കാം. അതേ വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ടേക്കുന്നത്. ഉള്ളി പകുതി ഒന്ന് വഴന്ന് കഴിയുമ്പോൾ 2 തണ്ട് കറിവേപ്പിലയും കൊണ്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലതായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ ഒരു കളറാകുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് നമുക്കൊന്ന് കോരി മാറ്റാം. കളറൊക്കെ മാറുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കാൻ. ഇതുപോലെ ഒന്ന് മുരിയിച്ചെടുക്കണം. ഈ ഉള്ളിയൊക്കെ ഇതുപോലൊന്ന് നിരത്തി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ ആറിയിട്ടുണ്ട്. നമുക്ക് ഈ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നതുകൊണ്ട് പൊടിഞ്ഞ് കിട്ടും. ഇതുപോലൊന്ന് പൊടിച്ചിട്ടുണ്ട്. ഇനി ഇതേ പാനിലോട്ട് തന്നെ ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ 1 ടീസ്പൂണോ 1.5 ടീസ്പൂണൊക്കെ ഉണ്ട്. ഒരു 2 ടേബിൾ സ്പൂണും കൂടെയൊക്കെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ലോ ഫ്ലെയിമിൽ വെക്കണം ഈ സമയത്ത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഇട്ട് കഴിഞ്ഞപ്പോൾ എണ്ണയുടെ ചൂട് കുറച്ചൊന്ന് പോയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അതിൽ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 നുള്ളു കായപ്പൊടി, പെരുങ്കായപ്പൊടി, അതുപോലെ 2 നുള്ളു ഉലുവാപ്പൊടി, വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി. ഇത് ലോ ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുക്കുക 2 മിനിറ്റ് നേരം. ഈ പൊടി ഇടുമ്പോഴൊന്നും കരിഞ്ഞു പോകരുത്. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഉടനെ ലോ ഫ്ലെയിമിലാക്കണം. എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് ചൂടൊന്ന് കുറയും. ഒരുപാട് ചൂടാണെങ്കിൽ ഓഫ് ചെയ്തിട്ട് കുറച്ചൊന്ന് ആറി കഴിഞ്ഞിട്ട് പൊടികൾ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്താലും മതി. ഇതിപ്പോൾ ഒരു മൂത്ത മണമൊക്കെ വരുന്നുണ്ട്. ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ ആകുന്നുണ്ട്. ഇനി ഇതിലോട്ട് പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 30 ഗ്രാം പുളി എടുത്തിട്ട് ഒരു 3/4 കപ്പ് വെള്ളത്തിലൊന്ന് പിഴിഞ്ഞെടുത്ത്. അതായത് വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് ആറി കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്താലും മതി ഈ പുളി കുതിർക്കാൻ. വലിയൊരു ലെമൺ സൈസിലെ പുളി എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ ഇവിടെ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നല്ലതായിട്ട് ചൂടാക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 1/4 കപ്പ് തൊട്ട് 1.5 കപ്പ് വരെയൊക്കെ ഒഴിക്കാം. അതുപോലെ പാകത്തിനുള്ള ഉപ്പ്. ഇപ്പോൾ ഇഞ്ചിക്കറിക്ക് പുളി ഇച്ചിരി കൂടുതലേ എടുക്കുന്നത്. അതുകൊണ്ട് അതനുസരിച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. നല്ലതായിട്ടൊന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി വറുത്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. മീഡിയത്തിനെക്കാട്ടിലൊക്കെ ഇച്ചിരി ഒന്ന് കുറച്ച് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് പൊടിച്ച ശർക്കര ആയതുകൊണ്ട് ഇതിൽ അഴുക്കൊന്നുമില്ല. അപ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം എത്ര ചേർത്തെന്ന്. കാരണം ഇതിന് പുളിയും മധുരവും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കണം. ഇഞ്ചിയുടെ കാരവും അതിൻ്റെ ഒരു എരിവ് കാണും. അതനുസരിച്ച് വേണം ശർക്കര ചേർക്കാൻ. അതുപോലെ പുളിയും മുന്നോട്ട് നിൽക്കണം കുറച്ച്. നമ്മൾ നേരത്തെ ഇഞ്ചിക്കറിയുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. വേറെ ഓരോ മെത്തേഡിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ പുളിയിഞ്ചിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പുളിയിഞ്ചിക്ക് ചേർക്കുന്ന അത്രയും പുളി ഇതിനില്ല. അപ്പോൾ ഇത് കുറച്ചൊന്ന് കുറുകി വരണം. എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിയണം. ഞാനിതിലോട്ട് 1.5 ടീസ്പൂൺ ഉപ്പും 3 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കി ബാലൻസ് ചെയ്ത് ചേർത്ത് കൊടുക്കണം. പുളിയുടെ അളവിൽ വല്ല വ്യത്യാസം വന്നാൽ ചെറിയ മാറ്റം വരും. അപ്പോൾ നിങ്ങളത് നോക്കി ചേർത്ത് കൊടുക്കണം. ശർക്കര ഒരു 3.5 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാം. ഞാനൊരു 1/2 ടേബിൾ സ്പൂണും കൂടെ കൂടുതൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കരയും കൂടെ ചേർന്ന് ഇതിൻ്റെ കൂടത്തിൽ നല്ല നേരം തിളച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് കുറുകി വരും.
അപ്പോൾ ഈ ഒരളവിൽ ഇഞ്ചിക്കറി ഉണ്ടാക്കാമെങ്കിൽ 20 തൊട്ട് 25 പേർക്കൊക്കെ സദ്യക്ക് വിളമ്പാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ലതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ആ തെളിഞ്ഞ എണ്ണയൊക്കെ ഇതിലോട്ടൊന്ന് നല്ലതായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലിരിക്കണം. അപ്പോൾ ഇത് ഓണത്തിന് 1-2 ദിവസം മുമ്പേ തന്നെ ഉണ്ടാക്കി വെക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ്. വെളിയിൽ തന്നെ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ ഒരു 20 ദിവസം വരെയൊക്കെ നമുക്ക് സൂക്ഷിക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ആറി കഴിയുമ്പം ഇച്ചിരി കൂടെ ഒന്ന് കട്ട് ചെയ്യാവും. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റായിട്ടുള്ളൊരു ഇഞ്ചിക്കറി ഇത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.